സാറ് സൂപ്പറായിട്ട് എടുത്ത് വളരെ സന്തോഷം. ഇങ്ങനൊരു ഫിലിമിൽ എന്നെ വിളിച്ചു. ഇനി ഡയറക്ടറോടും അല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ അവരോടും നന്ദി പറയണം. താങ്ക് യു വെരി മച്ച്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞങ്ങൾ കട്ടപ്പന ചെയ്യുമ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വേഷം അഭിനയിച്ചിട്ട് ഞാനും ധർമ്മേട്ടനും കൂടി. അന്ന് ധർമ്മേട്ടന് 41 വയസ്സുണ്ട്. അതാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന മോട്ടിവേഷൻ. പിന്നെ ഇതിൽ നമ്മൾ ക്യാരക്ടറിന് ഒരു വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ ഓഡിയൻസ് പറയുമ്പോൾ നമ്മള് സലീമേട്ടൻ പറയണ്ടല്ലോ, അത് ഈ മുതുക്കൻ +2 പാസ്സാവാത്ത കരക്കാരുള്ളൊരു ചോദിക്കാറുണ്ട്. അത് പാസ്സായി പോകാനായിട്ടാണ്. +2കാരൻ്റെ പ്രായമല്ല ചന്തുവിന്. വേറെ ചില ഇഷ്യൂസ് കൊണ്ട് പാസ്സാവാണ്ട് അങ്ങനെ +2 കണ്ടിന്യൂ ചെയ്യണമല്ലോ. അല്ലപ്പോൾ എനിക്ക് എല്ലാവരും ചോദിച്ചു ഫുൾ ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണോ? പക്ഷെ എനിക്ക് അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ചന്തു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ളൊരു അച്ഛൻ്റെ മകനാണ്, പോലീസുകാരൻ്റെ മകനാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ആ ചന്തുവിനുണ്ടായ ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ത്രൂ ഔട്ട്. അതാണ് ഇയാളുടെ ഒരു ഇമോഷൻ. അങ്ങനെയാണ് ശ്രീതേട്ടൻ എൻ്റെ അടുത്ത് ഞങ്ങൾ ഈ കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയൊരു എന്താ പറയുക ഷെയ്ഡ് ക്യാരക്ടറിന് അത് പിടിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക്. അതെ അതെ തീർച്ചയായിട്ടും. നമുക്ക് സന്തോഷമുള്ളൂ. പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമെന്നുള്ളതാണ് നമ്മുടെ ടെൻഷൻ. പക്ഷെ പുള്ളി സന്തോഷത്തോടുകൂടി വന്ന് ചെയ്ത് പുള്ളിക്ക് അതൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്തായാലും ആക്ഷൻ സീക്വൻസുകൾ പടത്തിലുണ്ട്. അപ്പം അതിനുവേണ്ടി ഒന്ന് കുറച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണം, ഒന്ന് ഫ്ലെക്സിബിൾ ആവണം, കരാട്ടയ്ക്ക് പോയാലോ എന്നൊക്കെ ഉണ്ടായി. കരാട്ടക്കാരിയുടെ വേഷത്തിന് ജയശ്രീ കോച്ചിങ്ങിന് പോയപ്പോൾ ഞാനും കൂടെ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ മാസ്റ്റർ ഇപ്പോൾ കൺസീവ് ചെയ്തൊരു സാധനം മാസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് +2 പഠിക്കുന്ന ഒരു പയ്യന് ഉണ്ടാവുന്ന ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത, ഒട്ടും കമ്പോസ്ഡ് അല്ലാത്ത ആ ഫീലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മാസ്റ്ററുടെ അസിസ്റ്റന്റ് ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് കമ്പോസ് ചെയ്യുമ്പോൾ അവൻ വന്ന് സ്റ്റൈലായിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കുമ്പോൾ മാസ്റ്റർ വന്നിട്ട് ഇങ്ങനെയല്ലടാ, ഇതെന്താ സൂപ്പർ ഹീറോ പടമാ എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ അത്ര ആ ഒരു പോസ്റ്റർ വരരുതെന്ന് പറഞ്ഞിട്ട് വീഴാൻ പോണ പോലെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റൈല് വന്നാലും മാസ്റ്റർ അത് കട്ട് ചെയ്തിട്ട് റീടേക്കാണ് പോകണം. അപ്പം അതാണ് എനിക്ക് വലിയ എളുപ്പം വരുന്നത്. ഉറപ്പായിട്ടും പീറ്റർ സാർ ചെയ്ത മിക്ക പടങ്ങളും സെക്കൻഡ് പാർട്ടില്ലേ, ബാഹുബലി, പുഷ്പ. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഉണ്ടായ കുറേ ഇൻസിഡൻസിനെ വെച്ചിട്ട് തന്നെയാണ് ഈ ത്രെഡ് ഡെവലപ്പ് ചെയ്തത്. ഈ സിനിമയിലൊരു വലിയ മാറ്റം സംഭവിച്ചത് പീറ്റർ സാർ ഈ സിനിമയിലേക്ക് ഇന്നായപ്പോഴാണ്. ഞാൻ സാറിനോട് സ്റ്റോറി നരേറ്റ് ചെയ്തതിന് ശേഷം ചന്തുവിൻ്റെ ക്യാരക്ടറിൽ പിന്നീട് ഞങ്ങൾ കൺസീവ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഇപ്പം ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റോറി സാറിൻ്റെ അടുത്ത് നരേറ്റ് ചെയ്തപ്പോൾ സാറ് തിരിച്ച് ഇങ്ങോട്ട് വന്ന പുള്ളിയുടെ ബാല്യത്തിലുണ്ടായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഈ ചന്തു എന്നുള്ള ക്യാരക്ടർ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഒന്ന് റീവർക്ക് ചെയ്തിട്ട് ഒരുപാട് ഇപ്പോൾ തിയേറ്ററിൽ കണ്ട കുറേ റിഫ്ലക്ഷൻ ഷോട്ട്സ്. അപ്പോൾ വിഷ്ണു കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പീറ്റർ സാറിൽ അങ്ങനത്തെ ഒരു വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉണ്ട്, അല്ലെങ്കിൽ ചന്തു ഉണ്ട് സാറില്. അതാണ് സാറിന് ഈ പടത്തിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കണ്ടന്റ്. അല്ല, ചന്തു പണ്ട് പോലെ നമ്മുടെ ഫാമിലി മെമ്പറാണ്. അപ്പം അവനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത്. അപ്പം ഞാൻ അവനിപ്പോൾ മഞ്ഞുമൽ വോയിസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ നമ്മുടെ ഡിസ്കഷനിൽ വന്നപ്പോൾ അവനാണ് പറഞ്ഞത്, ചേട്ടാ ഈ ക്യാരക്ടർ എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെയാണ് വന്നത്. അവനത് നന്നായി ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം കണ്ട ഓഡിയൻസ് പറയുന്നു. കാരണം കുറേ പേര് ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ടീസർ കണ്ടന്റ് പുറത്ത് വിട്ടപ്പോൾ, അല്ലെങ്കിൽ ചന്തുവിൻ്റെ റീസെൻ്റുള്ള കുറേ സ്റ്റിൽസിൻ്റെ ഇടയിൽ ഇവൻ ഒരു നെഗറ്റീവ് റോൾ ചെയ്ത പൊരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷം തുടങ്ങി. അതും ഒരു വലിയ ഇവരുടെ ഹൈറ്റ് വേരിയേഷൻ ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ നല്ല മൊമെന്റ്സ് ഉണ്ട്.
സിനിമയിൽ? അല്ല, അമ്മയല്ല, അമ്മായിയ. ഒരു ചേഞ്ച് വിഷ്ണുവിന്റെ അമ്മായിയായിട്ടാണ്. അതിന് വ്യത്യസ്തമായിട്ട് ഒരു മാസമാണ് ഇതിനകത്ത് ബീച്ചേട്ടനല്ലേ. എന്താണ് ശ്രീധർ നീ പറയണം? ബീച്ചേട്ടനോട് അഭിനയിച്ചാണ് ഞാൻ ഉപ്പുമുളകിലും ബീച്ചേട്ടൻ്റെ നീലുവിൻ്റെ കൂട്ടുകാരിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ ബീച്ചേട്ടൻ കിട്ടുന്ന എന്താ പറയുക, പ്രസ് മീറ്റിൽ ശീലമില്ലേ, മറ്റേ ഇന്റർവ്യൂവില് ഒരു 2 ക്യാമറയുടെ മുമ്പിൽ തകർത്തുള്ള ശീലമുള്ളൂ, അതാണ്. ആദ്യം ഫസ്റ്റ് നമ്മുടെ ഡയറക്ടർ റോണാണ് ഈ പടത്തിലേക്ക് വിളിച്ചതിൽ. പിന്നെ മാസ്റ്ററാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഫൈറ്റ് താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ അതുകൊണ്ട് പ്ലസ് 2 പിള്ളേർ റെഡി. എന്താ പറയുക, പിള്ളേരുടെ പരിപാടികളാണ് മെയിൻ. വലിയ അടിയായിട്ട് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ എങ്കിലും മാസ്റ്റർ വിഷ്ണു പറഞ്ഞ പോലെ വലിയ മാസ് പരിപാടിയൊന്നും വെക്കാണ്ട് നല്ല നാടൻ പരിപാടിയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഔട്ട് നന്നായിട്ടുണ്ട്, രസമായിട്ടുണ്ട്, നല്ല രസമുള്ള പടം. എല്ലാം ഉണ്ട്, ഇടി മാത്രമല്ല കേട്ടോ, എല്ലാം പക്ക. അതെ, ഒരു കാര്യമുണ്ട്, ബീച്ചേട്ടനെ വരച്ച വരെ നിർത്താൻ പറ്റി. ഉപ്പുമുളകിലെ ബാലുവിനെ നീലുവിന് പറ്റിയില്ല, പക്ഷെ എനിക്ക് പറ്റി. വരച്ച വരെ നിർത്തിയിട്ടുണ്ട്. പോലെ അറിയുന്നില്ല, പക്ഷെ പുറത്തായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കരാട്ടെ അറിയുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഫൈറ്റിന്റെ സീക്വൻസ് ഒക്കെ ലാസ്റ്റ് പ്ലാനിൽ വന്നപ്പോൾ പീറ്റർ വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളാണ്. അത് നമ്മൾ സ്ക്രിപ്റ്റിൽ പറയുമ്പോൾ ഇല്ല, പക്ഷെ ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഇൻട്രോയിൽ വരുന്ന ആ കരാട്ടെ വരുന്ന സീനാണ്. അപ്പോൾ അതിനുവേണ്ടി ട്രെയിനിങ് എടുക്കാം എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് കേട്ടപ്പോൾ തോന്നിയത്. ശ്രീധരനും വിഷ്ണുവിനും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീം എന്നെ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതിന്ന് തിയേറ്ററിൽ എത്തി വർക്കായി. ഫസ്റ്റ് ആ വാക്ക് കേട്ടപ്പോൾ ഞെട്ടിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷമുണ്ട്. എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോൾ അത് എക്സ്പീരിയൻസ് പറ്റും, വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. മാസ്റ്ററിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. താങ്ക് യു മാസ്റ്റർ. ആ സീൻ ഇപ്പം ഇങ്ങനെ ഒരു പറഞ്ഞതിൻ്റെ എന്താ പറയുക, ഇൻസ്ട്രക്ഷനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. അതുപോലെ ശ്രീധരനായാലും വിഷ്ണുവിനായാലും വിദ്യ ഒപ്പം നോക്കിയത് എല്ലാവരെയും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടാണല്ലോ എല്ലാം വർക്ക് ആവുന്നത്. അതിൻ്റെ എല്ലാവരോടും ആ സപ്പോർട്ടിന് താങ്ക് യു. ഇപ്പോൾ ഈ വന്ന എല്ലാവരോടും സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. എന്റെ ഫോണിലറിയാം നിന്ന് അടിവാന്ന് വരുന്നത്. പീറ്റർ സാറിന്റെ എക്സ്പീരിയൻസ് സാനിപ്പിനെ വെച്ചിട്ട് ഇടയ്ക്ക് വിളിക്കും, നീ ഡയറക്ടറുടെ ഫ്രണ്ട് ആയതാലും നിന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട്. ഒരാഴ്ച എനിക്ക് അനങ്ങാൻ പറ്റണ്ടായിരുന്നില്ല. എനിക്ക് എന്തെങ്കിലും ചെറിയ പാസിംഗ് സീൻ മതി എന്ന് പറഞ്ഞാണ് അവിടെ ചെന്നത്. പക്ഷെ എന്നിട്ട് അലക്കായിരുന്നു. മാസ്റ്റർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയാ. സോറി, കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാം. Actually, when director introduced me to him, their friend Master acting. As a friend, Edulla Master director. இந்த கேரக்டர் என்ன தேவைப்படுது அதுதான் அடிமோசில் வெதர் ஃப்ரெண்ட்ஸ் ஐ திங்க் கீப் இட் அவுட் சைட் ஸ்க்ரீன்குள்ள என்ன தேவைப்படுதோ அதை செய்யணும்னு சொல்லிட்டு இட் வாஸ் எ வெரி குட் எக்ஸ்பீரியன்ஸ். ஐ ஃபீல் സാഡ് ഫോർ ശ്രീധരന് ഒരുപാട് നന്ദി. ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, ഇതിൻ്റെ ക്രൂ എല്ലാവരും, പടത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും നന്ദി.
പിന്നെ എൻ്റെ മീഡിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി. ഇല്ല, ഇതിൽ ഏറ്റവും എന്നെയൊക്കെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പീറ്റർ സാറിനെ കൊണ്ടുവന്നു. ഇപ്പോൾ വിഷ്ണു ആണെങ്കിലും വിജയേട്ടനാണെങ്കിലും ജയശ്രീ, ഓരോ വിജയൻ ഉൾപ്പെടെ സ്മിനി ചേച്ചി, എല്ലാവരും നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്നതിൽ നിന്നും ഒരു ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, അതും ഹൈലി പ്രൊഫഷണൽ ആയിട്ട് കൊടുക്കാനായിട്ട് സാറിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ജയശ്രീ ചെയ്യുന്ന ആ സീക്വൻസ്, വിജയേട്ടൻ ചെയ്യുന്ന സീക്വൻസ്, ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാം, പറയാം. ഇത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടും റിയലിസ്റ്റിക് ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിനെ പോലത്തെ ഭയങ്കര ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പം അത് സാറ് ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഫീൽ ചെയ്തത്, ഇപ്പം കണ്ട ഓഡിയൻസിന് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചർച്ചകൾ ഉണ്ടാകുന്നത്. അപ്പം തുടർന്നും അല്ലേ. ഇവിടെ ഒരു അഭിപ്രായം വന്നു, ചേച്ചി വരച്ച് വരെ നിർത്തിയിട്ടുണ്ട്. അത് സിനിമ മനഃപൂർവ്വം എല്ലാം കൂടെ കച്ചുകെട്ടി സിനിമയിലെ ഒരു മീനിന്റെ ഒരു അയ്യോ, അത് ആദ്യം നന്ദി പറയുന്നു എൻ്റെ ഡയറക്ടറിനും സ്റ്റണ്ട് മാസ്റ്ററായിട്ടുള്ള വിജയൻ സാറിന് നന്ദി പറയുന്നു. കാരണം എന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ ചോദിച്ചെന്നാ ചെയ്ത് இந்த அங்கிள் வயரங்க வச்சுட்டு என்ன பண்ண போறீங்க? പിന്നെ ഒരുവിധ രക്ഷപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് പറയാം. മനോഹരമായിട്ട് മീനിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ മീനിട്ട് അടിക്കുന്നത്, അത് വേറെ അല്ല. അതിന്റെ അനുഭവം പറയണ ശരിക്കും രാജീവ വന്നിട്ടില്ല. അയ്യോ, പല പ്രാവശ്യം കൊണ്ടു. ഇവിടെ ഒറിജിനലായിട്ട് ആ ചെയ്ത കയറിയിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ കുറേ അടിയിൽ കെട്ടി കൊടുത്തു. രസമായിരുന്നു എല്ലാം. രാവിലെ ഒരു അങ്ങോട്ട് തുടങ്ങുക പരിപാടി. പിന്നെ ഒരാളുടെ കാര്യം പറയാതെ പറ്റില്ല. നമ്മളിപ്പോൾ കണ്ട ഷോയിൽ ഏറ്റവും കൂടുതൽ ചിരി കിട്ടിയതൊക്കെ തൊമ്മിക്കാണ്. നമ്മുടെ ഗോപികൃഷ്ണൻ അവിടെ നിന്ന് നേരെ തൃശ്ശൂരേക്ക് പോയി, അതുകൊണ്ടാണ് വരാത്തത്. പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുക, പുതിയ കലാകാരന്മാരെ ഇതിൽ പോലും ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. എങ്കിൽ പോലും റിസ്ക് എടുക്കാതെ കുറെ പേർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു കലാകാരനായിട്ട് തോന്നി. ഇതിനും അങ്ങനെ എനിക്ക് പുറകെ വരുന്നവർക്കും അവസരം ഉണ്ടാക്കണം എന്നൊരു ചിന്തയുള്ളതുകൊണ്ടാണ്. അല്ല, ഇതിലും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. 3 പുതുമുഖ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇവിടെ. ആദ്യമായി ദൈവത്തിന് നന്ദി. ഇതുപോലൊരു സ്ക്രിപ്റ്റുമായി നമ്മളടുത്തേക്ക് അയച്ച ദൈവത്തിന് നന്ദി. ശ്രീത്വായ അടിപൊളിയായിട്ടുള്ള ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമ നമ്മൾ കഥ കേട്ടതിനേക്കാളും ഒരുപാട് മേലെ സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവിന് അതുപോലെ എല്ലാം പോസിറ്റീവായിട്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എല്ലാം ഓരോ പടിപടിയായി വരികയായിരുന്നു. ആദ്യമൊന്നും ആലോചിച്ചില്ല, പക്ഷെ പെട്ടെന്ന് എല്ലാം എന്താ പറയുക, ഒരു ഭാഗ്യം പോലെ ഇവരോട് കൂടെ വർക്ക് ചെയ്ത എല്ലാം ഒരു നല്ലൊരു ടീം വർക്കുമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ പുതുമുഖങ്ങളായ നമ്മളെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെ, അത് തീർന്നു കിട്ടി. ഒരു ടെൻഷൻ, വിഷ്ണു പറഞ്ഞതുപോലെ ടെൻഷൻ റിലീസായി കിട്ടി സിനിമയോടൊപ്പം. ഹാപ്പി പ്രൊഡക്ഷൻ, ഹാപ്പി ആയിരിക്കണം. ശ്രീതേട്ടാ ഉത്തരം പറയുന്നു. ഞാനാ ചതിച്ച ശരിക്കും. ഓഡിഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, പാലടയ്ക്കാൻ നേരത്ത് ബൈക്ക് ഓടിക്കില്ലേന്ന് ചോദിച്ചു. ഞാൻ ഓടിക്കാലോ, ഓടിക്കും എന്ന് പറഞ്ഞു. എവിടെ? ഞാൻ പോയി പഠിച്ചു, ഞാൻ ഓടിച്ചു, സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓടിച്ചു. ശ്രീതേട്ടാ എക്സ്പീരിയൻസ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് സിനിമയിലൊരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
ലെൻസ് ചേച്ചി വെച്ചിട്ട് വരുന്നത്. അത് ആദ്യം തന്നെ ആക്സിലേറ്ററോ എന്തൊക്കെയൊക്കെയോ ചെയ്ത് നേരെ വണ്ടി വീടിന് അകത്തോട്ട് പോകാൻ പോയി. ചേച്ചി ചാടി ഇറങ്ങിയോണ്ട് ചേച്ചിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷെ പിന്നെ അടുത്ത ടൈമിൽ ഓക്കെ. അതായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ എന്നായിട്ട് ബൈക്കിൽ പോണത്. അപ്പോൾ മാസ്റ്റർ പീറ്ററെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ ടെൻഷൻ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് അതിനേലും ടെൻഷൻ വിദ്യയുടെ കൂടെ ബൈക്കിൽ പോകാനായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. തന്നെത്താനെ പഠിച്ചു, ഉരുണ്ടടിച്ച് വീഴൊക്കെ ചെയ്തു. എന്നാലും പിന്നീട് പഠിച്ച് ഇനിയിപ്പോൾ ഏത് ബൈക്ക് ഓടിക്കുന്ന വേഷം ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കണം. അതൊന്നുമില്ല. അല്ല, ഞങ്ങളത് വെറുതെ വെച്ചതേ ഉള്ളൂ. ഇതെങ്ങനെ വരുമെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പിടിക്കാന്ന് വെച്ചിട്ട്. പക്ഷെ ഇനിയിപ്പോൾ എന്തായാലും അത് പിടിക്കണം. പടം കൊള്ളാം, രസമായിട്ടുണ്ട്. ഈ പറഞ്ഞ കൂട്ടി ഞാൻ സംസാരിച്ചു. എന്നെ ഡയറക്ടറാണ് വിളിക്കുന്നത് ഈ പടത്തിലോട്ട്. എന്നെ വിളിക്കുന്നത് ഭയങ്കര രസമാണ്. ഈ വാർക്കപ്പണിക്കാരെ വിളിക്കൂലേ, അതേപോലെയാണ്. ചെറിയൊരു പരിപാടിയാണ്. ചെറിയ സംഭവമാണ്. സ്കൂളിലെ സീനാണ്. +2 പിള്ളേരാണ്. നമ്മൾ കുറേ അടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ +2 പിള്ളേർ പിന്നെയാണ് മാസ്റ്റർ ഇന്നാവുന്നത് ഈ പടത്തിലോട്ട്. അപ്പം എനിക്ക് കുറച്ചും കൂടി സന്തോഷമായി ഈ പടം ചെയ്യാന്നുള്ളത്. ആദ്യം അടി ഇഷ്ടമാണ്. 10-300 പേരുടെ ക്ലൈമാക്സിലേ. പിന്നെ ശ്രീത്ത് എന്ന് പറഞ്ഞ ആളെ കൺമുമ്പിൽ കാണില്ല. പുള്ളി കട്ട് പറഞ്ഞ പിന്നെ ഞങ്ങൾ ഇങ്ങനെയാണ് ഓരോ സ്ഥലത്ത് പോയിട്ട്. രസമായിരുന്നു. അതിൻ്റെ റിസൾട്ട് പടത്തിലുണ്ട്. അതിൽ അഭിനയിച്ച എല്ലാവരും ആയാലും ആർട്ടിസ്റ്റുകളൊക്കെ ആയാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. പടം എന്തായാലും നിങ്ങളൊക്കെ കൂടെ ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ. ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കൺവിൻസ് ചെയ്യാനായിട്ട് സാറ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ കേൾക്കും. ഞങ്ങളുടെ ഇത്രയും പറ്റൊരു വലിയ ആഗ്രഹമായിരുന്നു. നമ്മളിപ്പോൾ ടീച്ചറിൽ വിഷ്ണു പറയുന്നൊരു ഡയലോഗുണ്ട്, +2 പിള്ളേരുടെ അടി കണ്ടിട്ടുണ്ടാവും, നല്ല നാടൻ അടി എന്ന് പറയുന്നത്. ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഡയലോഗ് ക്വസ്റ്റൻ പീറ്ററിൻ്റെ അടി കണ്ടിട്ടുണ്ടാവും, നല്ല നാടൻ അടി. ഇതായിരുന്നു ഞങ്ങളെ അതിലേക്ക് എത്തിച്ചൊരു ഘടകം. അപ്പം സാറ് ഒരുപാട് സ്റ്റൈലിഷ് ഫൈറ്റുകൾ കമ്പോസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നാടൻ തല്ല് കമ്പോസ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ആ ആഗ്രഹമാണ് സാറേക്ക് കൽക്കിയിലോ ഇതിൻ്റെ ഷൂട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്, സ്റ്റോറി ലൈൻ പറയുന്നത്. അപ്പം അവിടെ ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള ഫൈറ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു സാറിന് അത് ഭയങ്കരമായിട്ട് കണക്റ്റായി. ഞാൻ പറഞ്ഞില്ല നേരത്തെ, സാറ് ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ ഈ ഫൈറ്റ് ഈ സിനിമയിൽ സാധാരണ സിനിമയിലാണെന്ന പിന്നെ ഇവിടെ ഒരു ഇടി ഇടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടുന്നതല്ലാതെ ഈ സിനിമയുടെ സീനിന്റെ ഭാഗമാണ് ഫൈറ്റ്. ഈ ഫൈറ്റുകൾ മാറ്റി വെച്ചാൽ നമുക്ക് സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് അല്ല. അത്തരത്തിൽ പോകുന്നൊരു സിനിമ ആയതുകൊണ്ട് സാറിന് പെട്ടെന്ന് കണക്ട് ആയതാണ്. അപ്പൊ സാർ ആദ്യം പറഞ്ഞ കുറെ നാളിന് ശേഷമാണ് ഇത്രയും സീൻ കൊറിയോഗ്രാഫിയിൽ തന്നെ ഫൈറ്റ് വരുന്നൊരു സബ്ജക്ട് കേൾക്കുന്നത്. സാർ എന്തായാലും ചെയ്യും. പിന്നെ സാർ ഇത് ചെയ്യാനായിട്ട് ലൊക്കേഷനിൽ വന്നപ്പോഴാണ് ആക്ച്വലി സാർ കമ്മിറ്റ് ചെയ്യാനുണ്ടായ കാരണത്തെ പറ്റി സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. അത് എത്രത്തോളം നമുക്ക് പുറത്തു പറയാൻ പറ്റും എന്നെനിക്കറിയില്ല. സാറിന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള കുറെ അനുഭവങ്ങൾ സാറ് ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ സിനിമയിലെ ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം അതാണ് സാറിന് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയത് ഈ പ്രൊജക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാനിപ്പം ഓൺലൈനിൽ ഒരു വീഡിയോ പുറത്തുവിടും. അതായത് ഈ ബാല്യത്തിലുള്ള ചന്തുവിന് അവന് ട്രോമ വരുന്നൊരു സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസ് സാറ് ഷൂട്ട് ചെയ്തെടുക്കുന്നത് അത് ഭയങ്കര രസമായിട്ടായിരുന്നു. ആ പയ്യൻ സാറ് പെർഫോം ചെയ്യാണ് ഈ ചന്തുവായിട്ട് നിന്നിട്ട് പെർഫോം ചെയ്തിട്ട്. അപ്പം ഓപ്പോസിറ്റ് നിന്ന് പെർഫോം ചെയ്യുന്ന പയ്യന് ഇപ്പൊ കണ്ണാടിയിൽ നോക്കി ഡയലോഗ് പറയുന്ന പോലെ വെറുതെ റിയാക്ട് ചെയ്താൽ മാത്രം നോക്കാം. അത്രയും ഈ സീക്വൻസുകളോട് എന്താ പറയാ, സീക്വൻസുകളിൽ വർക്ക് ചെയ്തിട്ടാണ് സാർ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ സാറിന്റെ ഒരു ഇതിലേക്ക് വരാനുള്ള സാറിന്റെ ആംഗിളിൽ നിന്നുള്ള വെർഷൻ സാറിനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. നമ്മള് കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് അല്ലേ. ഫസ്റ്റ് സ്റ്റോറി പറഞ്ഞപ്പോൾ സാറിനുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവർ ചോദിക്കുന്നത്. സാറിന്റെ ഒരു ബാല്യത്തിൽ സാറിന് you're talking about this film, the fact of this film. First of all,
when director called me up, I got a call and then through my secretary, and then I said okay because I was working. So I said okay in the evening time. But when he started telling me one line, which is that itself, it's very much. I felt so much like impressed. The outline. Then I started asking him more and more because my way of action is not a kind of like jumping and hitting, and that is not my style. My style is I like to go in a very real way, like how every one of us, if we have some problem in our personal life, so how will we do? But not everyone will do the same. And I'm a kind of a person, when I wanted to, like when the director narrated me the story, I'm a kind of person, if someone kill my families or destroy my families, and when I see that person, I will not be happy, killing him in one spot, but at the same time I think the same. But I will not be happy jumping onto the wall and then push the force and kick him and break his head with the help of other properties. That is not the way how I feel, but it might look great and it looks wonderful on the screen, but the style is not there, and I will not do that. Even the director, sometimes I have walked out of the set because they ask me to do something which is it is not matching at all. But when I listen to the story, it is very much connected to me, my personal life, and how wonderful things about the parents. And I've been a child traumas. When you're a child, every one of us has certain things, but we will not recognize that, we will not know that. But the fact is that, so it was a wonderful things that the director has told me. It connected to my personal life, to my children's, and to the schools, that how today we knows all these children's what's going on. So that itself, he took that point from me, and I was so great. So I told to my secretary, I said, sir, whatever it is, just provide the dates for them, sir, and make sure do the needful. That's what I told, because I don't talk to my secretary much, but I'll tell what is necessary. And then he said, but certain films is going on, but the dates they asked. I said, sir, try to adjust. That is what you're working for me. You have to provide the dates for them. So behind the thing, I was supporting him so much, and I've been committing all the other films also, but I'm waiting day by day. When I started this, accepted this film, I was waiting day by day what will be on my shooting spot and how I'm going to achieve. And I'm waiting for the day to do the editing, and I'm waiting for the day to release. And today I saw the films, and it is a very decent film, as I told before. And there is another more connectively for me, but it is in the scenes director didn't tell that. I think so he's keeping it for the second part, which is that gives me very much impressed. And that part, I think so I should not say now, because it's not good. But being a technician, I love, because that has relevant more than this part. So I didn't know, because it's a scene, so I said, okay, good, you're mastermind in this. So this is how I got connected to these films, and I can say a lot actually, but now if I say too much, but that's my personal feelings. Sir, you are working in very multiple languages in the industry. You are most honored Prime Minister in the industry. When coming to Bollywood, what are the main things or positive things you look in Bollywood films? No, the best thing is when you do something, there are thousands and thousands of people to appreciate what you're doing. That is what the difference here. And what am I good at? Since you said it's true, and many people have said the same, is most wanted in the country. But I like more realistic. I like
more these things. And when the audience in Kerala audience, they felt the same. And it is not now. For me, when I was young, very young, I seen Kerala's actions, which is, I said, wow, this is what we do in the road. We fight like that. We don't jump, fly, kick, and all these things. We don't do that. We might do, but depends on the heroes. So why am I so connected to audience, Kerala audiences? Because very raw and realistic people are expecting from the technicians. And that is what I got very much connected. The fake is, I'm not happy. So this is the difference which I enjoy working. But for other things, that is different. That level and all those things are different. But I really personally like because of realistic. And sometimes many people won't like realistic because it's very simple. But when you see with the whole story, that makes a lot of difference. Like today, as I told in the beginning, this thing I've seen Project K, and then Indian 2, which is Rhino Searches yet coming. But those sound effects, everything is mind blowing. Everything, the music directors, everything mind blowing. But suddenly when I watch this film, everything is down. That shows how realistic it is. So that is a lot of difference. Can I ask you what is the most adventurous game that you worked on EAP project that you still remember? Still remember is, actually it's very hard for me to answer this, but it is also very easy for me to answer. Because whatever I'm doing, I do my best, I enjoy myself and I'm doing it. So what will be my memorable means, it is, I don't know how to say, but I will say, because it is the question you ask yourself, it's complicated and easy. That is what you've been asking. My most memorable things is, that is every day I get up in the morning, I go to work, I enjoy like how I work this flip. I enjoy myself, I'm waiting for the moment. That is now. When I was stuntman, when I take my bag, I don't know whether I will come back home alive or not. That is what I felt when I was stuntman. Same thing sometimes when I go to shooting, I end up in the hospital. Because I love my job so much every day, and that is what I've been doing, and now I do the same. So there's no categories, it's all the same. വലിയ വലിയ ആക്ടേഴ്സിനൊക്കെ ഈ പറഞ്ഞ മെഗാസ്റ്റാറിനൊക്കെ ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് മോഹൻലാൽ സാറിന്റെ പുലിമുരുകനിലായാലും മോഹൻലാൽ സാർ റോപ്പ് കെട്ടി Can you tell me in English or മോഹൻലാലിന്റെ റോപ്പ് കെട്ടിയിട്ട് മോഹൻലാലിനെ ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനൊക്കെ കാണുമ്പോൾ മമ്മൂട്ടി സാറ് മോഹൻലാൽ സാറ് കൊടുത്തൊരു ഉപദേശം ഉണ്ടായിരുന്നു, നമ്മളെന്ത് ചെയ്താലും സൂക്ഷിക്കണോട്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് ഈ ലാലേട്ടനെ അത്രത്തോളം ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പുലിമുരുകന്? Okay, correct me if I'm wrong of your question so that I'll answer in the right way. So you're telling me that Mammootty sir told to Lal sir to be careful, like when you're doing a rope shots and all these things, so best be careful. In whose favor, in whose point did the Mammootty sir say? Is it working with Peter Haig or some other master or any rope? I'm asking you back. இல்ல you're telling நீ தமிழ் கொஞ்சம் புரியுதா? ஓகே, இப்போ நீங்க மம்முட்டி சார் லால் சார் கிட்ட சொல்றாங்க, இந்த மாதிரி ரோப் ஷாட்ல எது பண்ணு கொஞ்சம் ஜாக்கிரதை பண்ணுங்க அப்படின்னு அட்வைஸ் பண்ணிருக்காரு. இது யாரை பத்தி பேசிருக்காரு? பீட்டர் பத்தியா இல்ல வேற யாரும் பத்தியா இல்ல காமன்? Okay, all basic, that is general. Actually,
நீங்கள் என்ன சொல்கிறீங்கன்னா, நான் சொன்னால் நீங்கள் நம்ப மாட்டீங்க. யார் அட்வைஸ் எது செஞ்சாலும் சரி, whoever advice it is, Lal sir is a very legendary person which is eyewitness. நான் வந்து பார்த்துருக்கேன். ஒரு அவ்வளோ பெரிய லெஜெண்டரி ஆர்டிஸ்ட் வந்து ஒரு சின்ன குழந்தை மாதிரி ஒரு புது ஃபைட்டர்ஸ் வந்து ஷூட்டிங் ஸ்பாட் வந்த மாதிரி இருக்காரு. இது எப்போ ரீசெண்டாக வந்து பெங்களூர்ல பண்ணியிருக்காரு ஒரு ஆக்ஷன் சீக்வன்ஸ். அந்த நீங்க வந்து ரோப் ஷாட் சொல்றீங்களே, அது வந்து ஒரு ரோப் ஷாட் எங்க என்ன பண்ணுவாங்க, ஒரு ரோப் ஷாட் வந்து இங்கிருந்து ஜம்ப் பண்ணி அங்கே கீழே வந்து கிக் பண்ணுவாங்க, ஏதோ ஒன்று பறக்குவாங்க, தள்ளி விழுவாங்க. அதை நான் ரூப் பார்த்துப்பீங்க. Now recently I have composed it for Lal sir. ஒரு ஷாட் வந்து from the ஹார்ஸ்ல இருந்து வருவாரு. அது வந்து இட் இஸ் நியர்லி from 8, நாங்கள் 1500 பேர் கேட்டோம், அவங்க வந்து ஒரு 800 பேர் தான் கொடுத்துருக்காங்க. ஸோ 800 பீப்புள்ஸ் ஆன் த செட் அண்ட் தேர் ஆர் ஃபைட்டர்ஸ் அண்ட் ஹியூஜ் ஃபைட்டர்ஸ். அவங்க வந்து 8 feet, எது அந்த கேரக்டர் ஆர்டிஸ்ட் ஒரு 8 feet இருக்கும், தட் மீன்ஸ் டால். அந்த மாதிரி ஆளுங்க அந்த ஆக்ஷன் சீக்வன்ஸில் பண்ண போகும்போது I designed it, the heroine characters and co-characters எல்லாம் ஒவ்வொரு ஆர்டிஸ்டோட நல்ல மைண்ட் ப்ளோயிங் ஒர்க். Why I'm saying mind blowing because I liked it. So அப்படியே ஒரு சீக்வன்ஸ் இப்போ லால் சார் வந்து எண்டுக்கு வராரு. ஸோ அவருக்கு வந்து it should be beyond all the other artists. So I made one shot for Lal sir. 90% of the fight, once he gets off the horse, அதுல இருந்து இங்க இருந்து ஜம்ப் பண்ணி அங்க அடிச்சு இவன் மேல இருக்க அந்த பக்கம் போயிட்டு இந்த வால் போட்ட ஒரு சிங்கிள் ஷாட் எடுத்துங்க. And you must see all our Kerala people's going to be proud of Lal sir. அந்த மாதிரி ஒரு சீக்வன்ஸ் இருக்கு, அந்த மாதிரி சார் பண்ணிருக்காரு. So Lal sir knows who's doing the shot. Mammootty sir வந்து அட்வைஸ் பண்ணிருக்கலாம், பட் Lal sir அப்படி இல்லை. The shot guarantee இருக்கா, is it good? If it is good, he will go to any extent and do. This is what Lal sir does. So advising Lal sir, he knows what he's doing. So there's nothing for us to worry about Lal sir, and it's nothing for me to think like, you know, can I design the shot? Manage paranga, just think as an action director, or எனக்கு வந்து at least ஒரு 60 feet, I might be wrong, படத்துல பார்த்து ஒரு 60 feet இருக்கும் அங்க ரோப்ல இருந்து. பட் எல்லாம் லாஜிஸ்டிக், எதுவுமே வந்து ரோப்ல போறது தெரியாது. ஏன்னா நான் இங்க இருந்து ஜம்ப் பண்ண அங்கிருந்து அந்த கேமரா புஷ் பண்ண இவங்க மேல ஏறுது, அந்த மாதிரி அடிக்கிறது. இவங்க வந்து அந்த குதிரை மேல இன்னொரு குதிரை, இந்த ஃபைட்டர்ஸ் மேல விழுவுது, அதுக்கப்புறம் அவங்க மேல கத்தி பிடிச்சிட்டு இங்க போறது, ஃபைனல்ல குதிரை மேல ஏறிட்டு திருப்பி வந்து கீழே இறங்குறது. இதெல்லாம் லாஜிஸ்டிக், எனக்கு வந்து ஆர்டிஃபிஷியல் போயிட்டான். பட் லால் சார் did that for 2 nights. அந்த ஒரு ஷாட் he did for 2 nights. As I said, I end this point, we all are going to be proud with Lal sir. This is what man. Even very hard for young heroes or upcoming heroes or success heroes to accept that shot, but Lal sir did it. I'm not criticizing anybody and I'm not trying to put anyone down, okay? Sorry, because I believe these all are friendly, I think. I'm not putting anyone down or I'm not putting Lal sir up, but I witnessed, I was so selfish that எனக்கு வந்து எல்லா ஆர்டிஸ்ட் நல்லா பண்ணியிருக்காங்க. இப்போ லால் சார் எப்படி பண்ணா, அது லால் சருக்கு எல்லாத்தோட டிஃப்ரெண்டா பண்ணணும்னு சொல்லிட்டு. ஏன்னா நிறைய ஃபைட்னா பரவாயில்ல, ஒரே ஃபைட்ல எல்லா ஆர்டிஸ்ட் நல்லா பண்றாங்க, பட் அந்த ஸ்டோரி லால் சார் கடைசியில் வர்றாரு. அப்ப நான் என்ன பண்றது, திரும்ப அடிக்கலாம் முடியாது, டிஃப்ரெண்டா பண்ணணும். அதுக்காக நான் பண்ணேன். நானே லால் சார் வாயே திறக்கல. சில ஆர்டிஸ்ட் வந்து என்ன ரோப் ஷாட் ஒரு வாட்டி காட்டுங்கண்ணா சார், நீங்க ஹானஸ் போடணும் சார், இது ஷாட்லாம் ஓகே மாஸ்டர், ஓகே மாஸ்டர் அப்படின்னு எனக்கு ஒரு கட் வச்சு முத்து கொடுக்கணும்னு தோணுது. பட் ஓகே, நான் என்ன பண்றது, சரி ஆடிக்கிறேன். You see the film will be. ഇത് സ്ക്രിപ്റ്റിലുള്ളതാണ്. പിന്നെ അതെൻ്റെ ഫേവറേറ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നട്ടപ്പുറം വെയിൽ, അവിടെ 12 മണിയിലെ ഉടക്കത്തെ വെയിൽ,
അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സാറോടെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നത് ഞാൻ നോക്കുമ്പോൾ കുറേ പഞ്ഞിൽ പെട്രോളൊക്കെ ഒഴിച്ച് അല്ല ഡീസലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കത്തി ഒന്നാമത് ഈ ചൂടും വെയിലിൻ്റെ ചൂടും പിന്നെ അപ്പോൾ ഞാൻ വെച്ചാൽ സാർ ഇത് അഫെക്ഷൻ അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ പടം കണ്ടപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് മനസ്സിലായത്. അയ്യോ ഇത്ര കഷ്ടപ്പെട്ടാലും ഇത്ര നല്ലൊരു ഷോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇത് പന്ത് കളിക്കുന്ന ഇഷ്ടംമാതിരി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഷാർപ്പ് സെക്കൻഡ് ചെയ്യണതാണ്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്ത് മാസ്റ്റർ ചെയ്ത് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ നല്ല വെയിലും ഇതിൻ്റെ ചൂടും ഒക്കെ കൂടിയപ്പോൾ ഞാൻ കുറച്ച് കറുത്തു. അതാണ് ഇതിലുണ്ടായത്. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പി. താങ്ക് യു മാസ്റ്റർ. ഇതിലെ നടുവിലെ കംപ്രസർ ഡസ്റ്റ് പ്രോപ്പലർ விஜயன் சார் டெல்லிங் ஒன் பாயிண்ட் பட் இன்னொரு பாயிண்ட் வந்து டஸ்ட் வந்து அடிக்கிற அந்த மண் அடிக்கும். அப்புறம் இந்த குழந்தைங்கள வெளியில இருந்து கல்லு தூக்கி போடுறப்ப இல் கோ டு தி பேட் கைஸ் அண்ட் குட் கைஸ் இதெல்லாம் இருக்கு. അല്ലാതെ വിജയേട്ടന്റെ ഈ സിനിമയിലെ പി ടി മാസ്റ്റർ ആയിട്ട് വെക്കുമ്പോൾ തന്നെ ലോക പ്രശസ്തമായ സംഭവമാണ് പുള്ളിയുടെ സിസർ കിക്ക് എന്ന് പറയുന്നത്. അപ്പൊ അന്നോടിയുള്ള ഒരു ദീർഘവീക്ഷണമാണ്. ഞങ്ങൾക്കത് ഒന്ന് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും അല്ല ചേട്ടൻ ആക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചപ്പോഴാണ് ആ സിസർ കട്ട് അന്ന് തുടങ്ങി ശ്രീചേട്ടന്റെ ഒരു ദീർഘവീക്ഷണമാണ്. അത്ര തിയേറ്ററിൽ ഉറപ്പ് കയ്യടി കിട്ടുമെന്നില്ല. അല്ല ഇന്ന് തിയേറ്ററിൽ ആ ഷോട്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടായ ഒരു കയ്യടിയും ആരവും അത് തന്നെയാണ് ഇത് എഴുതും കമ്പോസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്കുണ്ടായിരുന്നു. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിലെ പത്രത്തിൽ വായിച്ചിട്ടുള്ളതും ഇതൊക്കെ ആയിട്ടുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ആരാധനയുള്ള ആളാണ്. അപ്പം അതൊന്ന് കാണണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം. അത് തിയേറ്ററിൽ ഇത്രയും പേരെ കൊണ്ട് എനിക്ക് കാണാത്തവർക്കൊക്കെ ഇടിഞ്ഞത് കാണാം. അത് ഞങ്ങള് അതിന്റെ റോയലിറ്റി എടുത്ത് ഒറ്റ ടേക്ക് സാധാരണ അപ്പം ഇങ്ങനെ മറയുമ്പോഴൊക്കെ റോപ്പ് പരിപാടിയാണ് ഒന്നുമില്ല. വേണമെങ്കിൽ ഞാൻ അതിന്റെ റഷ് പുറത്തുവിടാം. ഒറ്റ ടേക്ക് ഷാർപ്പ് അതിനാണ് നമുക്ക് ഏറ്റവും ഹാപ്പി ആയി പോയത്. ഈ തീയിലും പോലെ പറ്റ പ്രശ്നം നിൽക്കേണ്ടി വന്നുള്ളൂ. അതെ നമ്മള് വിചാരിക്കും ഒന്ന് റിഹേഴ്സൽ ഇല്ലടാ പന്തിട്ടോ നേരെ അറ്റാക്ക് ചെയ്യണത്. അതൊരു പ്രത്യേക ഫീലാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്കൊക്കെ നേരത്തെ തന്നെ ഇഷ്ടമാണ്. അപ്പൊ ഈ മറ്റുള്ളവർ എന്ത് പറയുന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ ഇപ്പൊ പുറത്തുള്ളവരൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി ധൈര്യമായിട്ട് എല്ലാവരും വന്ന് ടിക്കറ്റ് എടുത്ത് പറയാൻ. അതെ അതെ താങ്ക് യു. താങ്ക് യു മാക്സിമം താങ്ക് യു. അപ്പൊ നിങ്ങൾ വന്നതിനും അത് വിളിച്ചതിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു. തിരിച്ച് പൊളി